പ്രഭാത വാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ തൃശൂരിൽ ഇന്ന് മഹാജനസഭ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന സമ്മേളനത്തിൽ 25,177 ബൂത്തുകളിൽ നിന്നുള്ള 75,000-ലേറെ ഭാരവാഹികൾ പങ്കെടുക്കും. ബൂത്ത് പ്രസിഡന്റുമാർക്കുള്ള ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം തിരിച്ചറിയൽ കാർഡ് നൽകാനും KPCC തീരുമാനിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി തുടങ്ങിയവർ പങ്കെടുക്കും. കെ സുധാകരന്റെ അധ്യക്ഷതയിൽ രാവിലെ തൃശൂർ DCC ഓഫീസിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം നാളെ ചേരും. 3-ാം സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം യോഗം ചർച്ച ചെയ്യും. ഇന്ന് തൃശൂരിൽ ചേരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ തുടർ പ്രതിഷേധങ്ങളും യോഗം ചർച്ച ചെയ്യും. കരിമണൽ കമ്പനിയിൽ നിന്ന് സംഭാവന വാങ്ങിയവരുടെ പട്ടികയിൽ മുന്നണിയിലെ തന്നെ നേതാക്കളുടെ പേരുകളുള്ള സാഹചര്യത്തിൽ കരുതലോടെയായിരിക്കും UDFന്റെ നീക്കം. തമിഴ്നാട്ടിൽ DMK മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ച തുടരുന്നു. CPIM, MDMK പാർട്ടികളുമായി ഇന്ന് ചർച്ച നടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി K ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെയും MDMK അധ്യക്ഷൻ വൈക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം വൈകിട്ടും ചർച്ച നടത്തും. DMK ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിലാണ് കൂടിക്കാഴ്ച. CPIM കഴിഞ്ഞ തവണ മത്സരിച്ച കോയമ്പത്തൂരും മധുരയും തന്നെയാകും ഇത്തവണയും ആവശ്യപ്പെടുക. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ ഇടം ലഭിച്ചില്ലെങ്കിൽ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു മണ്ഡലമാകും CPIMന് ലഭിക്കുക. മുൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഈറോഡ് MDMK ആവശ്യപ്പെട്ടേക്കും. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചു. സമൻസുകൾ തുടർച്ചയായി അവഗണിക്കുന്നതിനെതിരെയാണ് നടപടി. ആം ആദ്മി MLA-മാരെ BJP വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ഡൽഹി ക്രൈംബ്രാഞ്ചും അരവിന്ദ് കെജ്രിവാളിന് പിറകെയുണ്ട്. മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുകയാണ്. കേസിൽ 5 തവണ ED ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും പല ഔദ്യോഗിക കാരണങ്ങളും ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ഒഴിഞ്ഞുമാറി. അന്വേഷണത്തോടുള്ള ഈ അവഗണനയ്ക്കെതിരെയാണ് EDയുടെ നീക്കം. കേസിന്റെ നടപടികൾ അനുസരിക്കുന്നില്ലെന്നും ED കോടതിയെ അറിയിച്ചു. ഇതോടെ അരവിന്ദ് കെജ്രിവാളിനെ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഉയരുകയാണ്. 25 കോടി രൂപ പാർട്ടി MLA-മാർക്ക് നൽകി ഒപ്പം കൂട്ടാൻ BJP ശ്രമിച്ചെന്ന കെജ്രിവാളിന്റെ പ്രസ്താവനയിൽ നോട്ടീസ് നൽകാൻ ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം കെജ്രിവാളിന്റെ വസതിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കാണാനുള്ള സംഘത്തിന്റെ ആവശ്യത്തെ അംഗീകരിച്ചില്ല. 3 മണിക്കൂറോളം അന്വേഷണ സംഘം കെജ്രിവാളിന്റെ വസതിക്ക് മുമ്പിൽ തുടർന്നു. കെജ്രിവാളിന്റെ പരാമർശത്തിന് അടിസ്ഥാനമായ തെളിവുകൾ നൽകാൻ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. യമനിലെ 13 സ്ഥലങ്ങളിലായി 36 ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന. ഇറാഖിലെയും സിറിയയിലെയും ഇറാന്റെ 85 സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെയാണ് സൈനിക നടപടി ഉണ്ടായത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണം. ഒക്ടോബർ 7 ഇസ്രയേൽ ഹമാസ് ആക്രമണം ആരംഭിച്ചത് മുതൽ 50 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. UN അഭയാർത്ഥി ഏജൻസിയായ UNWRAക്ക് പോർച്ചുഗൽ അധിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഇതുവരെ ധാരണയായില്ലെന്ന് ഹമാസ് അറിയിച്ചു. ഗസയിൽ മരണസംഖ്യ 27,238. വെടിനിർത്തൽ ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിലെത്തും. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ നടപടിക്ക് സാധ്യത. ഫേസ്ബുക്കിലെ പരാമർശം വിവാദമായതിനെ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. അധ്യാപികയെ പുറത്താക്കണമെന്ന് SFIയും KSUവും ആവശ്യപ്പെട്ടു. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിലെ സംഘർഷത്തിന് പിന്നാലെ അടച്ച ക്യാമ്പസ് നാളെ വീണ്ടും തുറക്കും. സംഘർഷ പശ്ചാത്തലവും വിവാദവും അധികൃതർ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. SFI നൽകിയ പരാതിയിൽ പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ ഇന്നലെ കുന്നമംഗലം പോലീസ് കേസെടുത്തിരുന്നു. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ കമന്റ്. സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാകും ബജറ്റിലുണ്ടാകുക. ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന്
സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര വിഹിതത്തിലെ കുറവ് മറികടക്കാൻ ബദൽ മാർഗങ്ങളാകും ബജറ്റിൽ പ്രധാനമായും ഇടം പിടിക്കുക. വരുമാന വർധനവിനായി അധിക വിഭവ സമാഹരണത്തിനാണ് നീക്കം. കേരളത്തിന് നികുതി വർദ്ധിപ്പിക്കാവുന്ന മേഖലകൾ പരിമിതമായതിനാൽ ഇതിനായി മറ്റ് മേഖലകളിലേക്ക് ബജറ്റ് നീങ്ങുമെന്നുറപ്പ്. ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാനിടയില്ല. നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരും. വിഭവ സമാഹരണത്തിലുള്ള മാന്ത്രിക വടി ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മാന്ത്രിക വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിൻ്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻകം വർദ്ധിക്കും. അതിന് പറ്റുന്ന ചില മാന്ത്രിക വടികളുണ്ടാവും. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഹരിത വാഹന നയം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. നികുതി കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് ഇത് ഈടാക്കാൻ പുതിയ പദ്ധതികളുണ്ടാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA, റബ്ബർ കർഷകർക്ക് സഹായമായ പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഇടം നേടുമെന്നാണ് സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെയും കെട്ടിട നിർമ്മാണ മേഖലയിലെയും മാന്ദ്യം നേരിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിനായി പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ചെലവ് ചുരുക്കലിനായി കർശന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. ഇതിനൊപ്പം സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനൊരുങ്ങുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഇനിയും പൂർത്തിയാകാനുണ്ട്. കേരളത്തിന്റെ വാണിജ്യ വ്യവസായ വളർച്ചയ്ക്ക് കരുത്ത് പകരുന്ന വിഴിഞ്ഞം തുറമുഖം സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന പുരോഗതിക്ക് പ്രധാന നാഴികക്കല്ലാകാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യ കപ്പലായ സെൻഹുവ 15 ഇവിടെ നങ്കൂരമിട്ടത് പുതുചരിത്രത്തിലേക്കുള്ള ആദ്യ കാൽവയ്പായിരുന്നു. മെയ് മാസത്തോടെ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യ മദർ പോർട്ടിന് ബജറ്റിൽ പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട്. തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാറായി. പുലിമുട്ട് നിർമ്മാണം ഫെബ്രുവരിയിൽ തന്നെ ഉറപ്പാക്കും. മെയ് മാസത്തിൽ മറ്റു നിർമ്മാണങ്ങളും പൂർത്തിയാക്കി ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാനാണ് ശ്രമം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങളും റോഡുകളും അടക്കമുള്ളവയ്ക്ക് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തികത്തിന്റെ പ്രശ്നം മുൻനിർത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം എവിടെയും തടസ്സപ്പെട്ടിട്ടില്ല. ഏറ്റവും അവസാനമായി അവർക്ക് ആവശ്യമുള്ള ഒരു 100 കോടി രൂപയാണെന്ന് പറഞ്ഞു. അത് ഇന്നലെ തന്നെ പാസ്സാക്കി. ഫിനാൻസ് വകുപ്പ് ഇന്നലെ തന്നെ അതിന് അനുമതി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന റോഡുകളുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളടക്കം ഈ ബഡ്ജറ്റ് പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് ഒരു സന്ദർഭത്തിൽ നിർത്തിവെക്കുന്ന വിഷയമില്ല. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തുടർ പ്രവർത്തനങ്ങൾക്ക് വായ്പ ഉറപ്പാക്കണം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് നേരിട്ട് വായ്പ എടുക്കാൻ കഴിയില്ല. ഈ വിഷയം വിസിൽ അധികൃതർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ബജറ്റിൽ ഇതിനുള്ള പോംവഴിയും പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികത്തിൻ്റെ വിഷയം വന്നാൽ കൺസോർഷ്യം രൂപീകരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ട്. ഹഡ്കോ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹകരണ മേഖല കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ സിയാൽ മോഡലുള്ള കമ്പനി കൊച്ചി തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ സംഭാവന ചെയ്തത് സഹകരണ മേഖലയാണ്. ആ സംഭാവനയല്ല, ലോൺ കൊടുത്തത്. ഓഷി പാലത്തിന് എങ്ങനെയായിരുന്നു. കേരളത്തിലെ മേജർ പ്രോജക്റ്റുകൾക്കെല്ലാം സഹകരണ മേഖല അത്തരത്തിൽ ലോൺ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള പദ്ധതികളും തുറമുഖ വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. പദ്ധതി ബാധിത പ്രദേശത്ത് ജീവനോപാധി നഷ്ടപ്പെട്ട കൂടുതൽ പേരുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം. ഇവർക്കായി ബജറ്റിൽ കൂടുതൽ നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയം. ഈ വർഷം അവസാനം തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റ് പദ്ധതികൾക്കുമായി കാര്യമായ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായേക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. റിജോ പുനലൂരിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. വലിയ പരിപാടികൾക്ക് ക്ഷണിക്കാറില്ലെന്നും ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയെന്നും അഖിലേഷ് യാദവ് ചോദിച്ചു. ബൽറാം രംഗാടി നൽകും ഡൽഹിയിൽ നിന്നും അതിൻ്റെ വിവരങ്ങൾ. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാണ് ഇത്തരം പ്രതികരണങ്ങൾ തന്നെ വരുന്നത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ല, അത് മാത്രമല്ല വലിയ പരിപാടികൾക്ക് ക്ഷണം ലഭിക്കാറില്ല എന്ന് പറയുന്നത് അഖിലേഷ് യാദവാണ്.
എന്താണ് ഇങ്ങനെയൊരു പ്രതികരണത്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഒപ്പം ഇനിയിപ്പോൾ ഇതിലൊരു തുടർ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തും പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രജിൻ, ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ കോൺഗ്രസ് അറിയിച്ചിരുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ എല്ലാ പാർട്ടികളെയും ക്ഷണിച്ചതായാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. എന്നാൽ തുടർച്ചയായി ഇന്ത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന് പരസ്യമായി അറിയിക്കുന്നത്. നേരത്തെ ബംഗാളിലേക്ക് യാത്ര പ്രവേശിക്കാനിരിക്കെ മുഖ്യമന്ത്രി മമതാ ബാനർജി തങ്ങളെ അറിയിക്കുക പോലും ഉണ്ടായില്ല എന്ന് പ്രതികരിച്ചിരുന്നു. ശക്തമായ ഭാഷയിലാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശനം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിലേക്ക് ഭാരത് ജോഡോ ന്യായ് യാത്ര ഈ മാസം 14-ന് പ്രവേശിക്കാനിരിക്കെയാണ് ഇപ്പോൾ ക്ഷണം ലഭിച്ചില്ല എന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് വലിയ പരിപാടികൾക്ക് സമാജ്വാദി പാർട്ടിയെ ക്ഷണിക്കാറില്ല എന്നും ഇത്തരം പരിപാടികൾക്ക് ക്ഷണം ലഭിക്കാതെ എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുമാണ്. ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്നുള്ളത്. ഒപ്പം തന്നെ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അക്കാര്യത്തിലും അദ്ദേഹം വിശദീകരണം നൽകി. താൻ തന്റെ വീട് ഗംഗാജലം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചു എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് തന്നെ ക്ഷണിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്ര ഏറ്റവും ദീർഘമായ പര്യടനം നടത്തുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഈ മാസം 14-ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കുന്ന യാത്ര 20 ജില്ലകളിലൂടെ സന്ദർശനം നടത്തുന്നുണ്ട്. 11 ദിവസത്തോളം ഉത്തർപ്രദേശിലൂടെ യാത്രാ പര്യടനം നടത്തും. അതിനിടെയാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പാർട്ടിയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷിയുമായ സമാജ്വാദി പാർട്ടിയെ ഈ യാത്രയിലേക്ക് ക്ഷണിച്ചില്ല എന്ന ആരോപണവുമായി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ രംഗത്ത് വരുന്നത്. പാർട്ടി വേദികളിൽ സ്ത്രീ സാന്നിധ്യം കുറവെന്ന പരാതി പരിഹരിക്കാൻ പുതിയ നീക്കവുമായി മുസ്ലിം ലീഗ്. പൊതുപ്രവർത്തനത്തിൽ താൽപ്പര്യമുള്ള വനിതകളെ കണ്ടെത്തി പ്രസംഗ പരിശീലനം നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കും. വനിതാ ലീഗിന്റെ നേതൃത്വത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഗ്രാജുവേറ്റ്സ് ഗേൾസ് ഗാദറിംഗ് എന്ന പേരിൽ വനിതാ കൂട്ടായ്മ വിളിച്ചുകൂട്ടും. പാർട്ടി അംഗങ്ങളല്ലാത്ത ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വീട്ടിലിരിക്കുന്ന കഴിവുള്ള വനിതകളെ കണ്ടെത്തി കൃത്യമായി പരിശീലനം നൽകും. തുടർന്ന് ഇവരെ പ്രാസംഗികരായി ലീഗ് വേദികളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. ഗ്രാജുവേറ്റ് ചെയ്ത് കണ്ട് സമയം ചെലവഴിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വീടുകളിൽ അടച്ചു കൂട്ടിപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് താല്പര്യമുള്ള കുട്ടികൾ അവരൊക്കെ ഒന്ന് പൊളിറ്റിക്കലൈസ് ചെയ്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവരെ ഈ ജില്ലയിൽ നടന്നിരിക്കുന്ന കുടുംബ സദസ്സുകളിലൊക്കെ നമ്മൾ സജീവമായിട്ട് പങ്കെടുപ്പിക്കുകയാണ്. വനിതാ ലീഗ് നേതാക്കൾക്കാണ് യുവതികളെ കണ്ടെത്തി ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ചുമതല. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും 15 വനിതകളെ വീതമാണ് തിരഞ്ഞെടുക്കുക. എല്ലാ മേഖലകളിലേക്കും ഒരുപാട് ഇഷ്യൂസും അങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കുമുള്ള ഒരു വോളണ്ടിയർ ടീമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രസംഗം മാത്രമല്ല, മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട്. അവരെ നമ്മൾക്ക് ട്രെയിനേഴ്സായിട്ട് ഉപയോഗിക്കാം, മോട്ടിവേറ്റേഴ്സായിട്ട് ഉപയോഗിക്കാം. അത്തരത്തിലൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിളിച്ചു ചേർക്കുന്ന കുടുംബയോഗങ്ങളിലെ മുഖ്യ സംഘാടകരായി ഈ വനിതകളെ നിയോഗിക്കാനാണ് പാർട്ടി ആലോചന. പിന്നീട് വനിതകളുടെ വിപുലമായ കൂട്ടായ്മ സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. 24 മലപ്പുറം. ഇന്ന് ലോക അർബുദ ദിനമാണ്. അർബുദത്തിന്റെ വേരുകൾ സ്വന്തം വീട്ടിലേക്ക് പടർന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അത്തരം സാഹചര്യങ്ങളെ നേരിടുകയും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയുണ്ട് കൊച്ചിയിൽ. ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര്. 9 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘമാണ് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വം. അർബുദബാധിതരായ 471 കുട്ടികൾക്ക് ഇതുവരെ ഈ കൂട്ടായ്മ സാന്ത്വനമേകി. പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പ്രത്യാശയുടെ വഴിയൊരുക്കുകയാണിവർ. 10 വർഷം മുമ്പാണ് ഈ ആശയം ഡോക്ടർമാർ യാഥാർത്ഥ്യമാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ അഫക്റ്റഡ് ആകുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള സഹായവും ചെയ്തുകൊണ്ടാണ് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ തുടങ്ങിയത്. ഞങ്ങളൊക്കെ അമൃതയിൽ വർക്ക് ചെയ്യുന്നു, പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ക്യാൻസർ രംഗത്ത് പ്രവർത്തിക്കുന്ന റിസർച്ചേഴ്സുമാണ്. ഇൻഫർമേഷൻ ഇല്ല, സാമ്പത്തികമായ സഹായങ്ങളില്ല, ഏത് ഡോക്ടറെ അടുത്ത് പോകണമെന്ന് തന്നെ കൃത്യമായി അറിയില്ല. അങ്ങനെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് അവരെ സഹായിക്കുവാനായി ഞങ്ങൾ കുറേ പേർ ചേർന്ന് തുടങ്ങിയ സംഘടനയാണ്. ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാനും സ്ത്രീ ശാക്തീകരണത്തിനും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ
ഈ കൂട്ടായ്മ ആവിഷ്കരിച്ചിട്ടുണ്ട്. ക്യാൻസർ ബാധിത ഫാമിലീസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് പ്രാർത്ഥന ക്യാൻസർ ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, അതായത് മെഡിസിൻസ് സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്. വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന യുവതി എന്നാണ് ആ പ്രോഗ്രാം അറിയപ്പെടുന്നത്. അതായത് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന മനസ്സ് എന്നൊരു പ്രോഗ്രാം നമുക്കുണ്ട്. മുത്തൂറ്റ് പാപ്പച്ചൻ ഫൗണ്ടേഷനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. UV-CAN-ഉമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് UV-CAN. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് 15 സ്ത്രീകൾക്ക് എക്യുപ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ലോഞ്ച് ചെയ്തു. അതുകൂടാതെ ഒരു ധ്യാൻ കെയർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അർബുദ അതിജീവിതരുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയാണ് ശലഭം എന്ന പേരിൽ കൂട്ടായ്മയുടെ 10ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. കരുതലിന്റെ പടവുകളേറിയാണ് ഈ കൂട്ടായ്മ ഒരു പതിറ്റാണ്ട് തികച്ചത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നാണ് ഇവർ പറയുന്നത്. 24 കൊച്ചി. സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ് 24 കണക്ട് എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ്. മലയാളികളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ചാനലാണ് 24 എന്ന് വിവിധ സംഘടനാ ഭാരവാഹികളും അഭിപ്രായപ്പെട്ടു. മലയാളികളുടെ ബൃഹത് ശൃംഖല രൂപീകരിക്കാനുള്ള ദൗത്യത്തിന് ഡൽഹി മലയാളികൾ ആശംസകളും നേർന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി മനുഷ്യസ്നേഹം പകർന്നു നൽകിയ 24ന്റെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് പ്രവാസി മലയാളികൾ. 24 ചാനൽ വാർത്തകൾക്കപ്പുറം ഓരോ മലയാളികൾക്കും പ്രതീക്ഷ നൽകുന്ന സാന്ത്വന സ്പർശമായി. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാത്രം ചുരുങ്ങുന്നതല്ല 24 കണക്ട്. ഈ കരങ്ങൾ ലോക മലയാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും. 24 കണക്റ്റിന് പൂർണ്ണ പിന്തുണ KV തോമസ് മാഷ് നൽകി. ധാരാളം രോഗികളായ ആൾ, ക്യാൻസർ അങ്ങനെയുള്ള ആൾ, വീടില്ലാത്തവർ, അവർക്കൊക്കെ സഹായകരമായിട്ട് ചേർന്നുണ്ട്. ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി ശ്രീധരൻ നായരുടെ വരുന്ന പലർക്കും ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളാണ്. ശ്രീധരൻ നായർ പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനാണ്, വർഷങ്ങളായിട്ടറിയാം. അദ്ദേഹം ഈ സാന്നിധ്യം ഏറ്റെടുക്കുകയും ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഇപ്പോൾ ഒരു ജനഹൃദയങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ചാനലായി അതിൻ്റെ പരിപാടികളായി മാറിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒന്നിപ്പിക്കാൻ 24 കണക്റ്റിലൂടെ കഴിയുമെന്നും മാധ്യമരംഗത്തോടൊപ്പം സേവനത്തിൻ്റെ പാത കൂടി ചാനൽ പിന്തുടരുന്നുവെന്നും ഐമ അഖിലേന്ത്യാ അധ്യക്ഷൻ ബാബു പണിക്കർ ആശംസിച്ചു. അതാത് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കൂട്ടായ്മയെ ലോകം മുഴുവനും ഒന്നിക്കാൻ സാധിക്കുക. അന്യോന്യം ഇപ്പം എനിക്ക് ഡൽഹിയിലുള്ള ആൾക്കാരെ അറിയാം, പക്ഷേ മറ്റുള്ള ദേശങ്ങളിൽ അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരായിട്ടൊരു ബന്ധം പുലർത്താനും അങ്ങനെ അന്യോന്യം ഞാൻ മലയാളി എന്ന തിരിച്ചറിവിലൂടെ ഒരു മലയാളിക്ക് വേറെ എവിടെ ഇരുന്നാലും അവർക്ക് സഹായം എത്തിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഞങ്ങളെല്ലാം കൂടെ ഏകദേശം 1 കോടിയിൽ പരം ആൾക്കാർ, ഇതിൽ ഏകദേശം 4.5 കോടി ആൾക്കാരുണ്ട്. 3.5 കോടി കേരളത്തിലുണ്ടെങ്കിൽ 1 കോടിയിൽ പരം ആൾക്കാർ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു ജനതയാണ്. അന്നേരം അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളുമായി ഡൽഹി മലയാളി അസോസിയേഷൻ 24 കണക്റ്റിനൊപ്പം ഉണ്ടാകുമെന്ന് ഡൽഹി മലയാളി അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ടോണി കണ്ണമ്പുഴ ഉറപ്പു നൽകി. ഈ പദ്ധതി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഡൽഹിയിലും പരിസര പ്രദേശത്തുള്ള മലയാളികൾ, തിങ്ങിപ്പാർക്കുന്ന മലയാളികൾ തമ്മിലൊരു കൂടിച്ചേരാനുള്ള അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടി തന്നെ ഇവിടെ താമസിക്കുന്ന മലയാളികളുടെ ഒത്തിരി ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ ഡൽഹിക്ക് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെയാണ്. അപ്പോൾ അവരെ ഈ പദ്ധതി വഴി എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, അവർക്ക് ആവശ്യമായി വരുന്ന സഹായം, ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് അവർക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്തിൻ്റെ നാനായിടങ്ങളിലുള്ള മലയാളികൾക്ക് സഹായഹസ്തവുമായി ഒരു വിളിപ്പാടകലെ 24 കണക്ട് എന്നും ഉണ്ടാകും, ഒപ്പമുണ്ടാകും. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. മാനന്തവാടിയിലെ മയക്കുവെടി ദൗത്യത്തിന് ശേഷം കർണാടകയിൽ എത്തിച്ചതിന് പിന്നാലെ ചരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റേറ്റ പാടുകൾ എന്ന വാർത്ത വരുന്നു. കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ തുരത്താൻ ഉപയോഗിച്ചത് ആണെന്നാണ് സംശയം. ഒരാഴ്ച മുൻപ് ആനയെ തോൽപ്പെട്ടി മേഖലയിൽ കണ്ടതായി വനംവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു. സുജിത്ത് അയ്യപ്പത്ത് നൽകും അതിൻ്റെ വിശദാംശങ്ങൾ. സുജിത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഈ പെല്ലറ്റേറ്റ പാടുകൾ, അത് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ടാണോ അത് ശ്രദ്ധയിൽപ്പെട്ടത്? എപ്പോൾ പെല്ലറ്റേറ്റു എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് ലഭ്യമാണോ?
സൂക്ഷ്മ പരിശോധനയിലാണ് ഇത്തരത്തിൽ പെല്ലറ്റ് ശരീരത്തിലേറ്റ പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കർണാടകയിൽ കൃഷിയിടത്തിലും ജനവാസ മേഖലയിലും ഇറങ്ങിയതാണ് ഈ കൊമ്പൻ. സ്വാഭാവികമായും അതിനെ തുരത്താൻ വേണ്ടി അത്തരത്തിൽ കർഷകരായിട്ടുള്ള ആളുകളും മറ്റും പെല്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഗൺഷോട്ട് നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അത്തരത്തിലുള്ള പാടുകൾ ശരീരത്തിലുടനീളം ഈ ആനയുടെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ തണ്ണീർക്കൊമ്പനെ കേരളത്തിന്റെ വനമേഖലയിൽ കണ്ടപ്പോൾ തന്നെ കേരള കർണാടക വനംവകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. ആശയവിനിമയം നടത്തി അതിനെ കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. 5 മണിക്കൂർ വരെ നീണ്ട ഇടവേളകളിലാണ് സിഗ്നൽ ലഭിച്ചിരുന്നത്. ഈ 5 മണിക്കൂറിനിടയിൽ, സിഗ്നൽ ലഭിക്കുന്ന 5 മണിക്കൂറിനിടയിൽ ആന ഒരുപാട് ദൂരം യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രതിസന്ധിയായത്. അതുകൊണ്ട് തന്നെയാണ് ട്രാക്ക് ചെയ്യാൻ കഴിയാതിരുന്നത്. പക്ഷേ ഈ ആനയെ ഒരാഴ്ച മുമ്പ് തിരുനെല്ലി സർവാണി മേഖലയിൽ കണ്ടതായി പറയുന്നുണ്ട്. അതായത് ഈ ആളുകൾ എല്ലാം തന്നെ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു, ഇങ്ങനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന യാത്ര ചെയ്തിരുന്നു, ആ മേഖലയിൽ കണ്ടതായി പറയുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം വനംവകുപ്പിനെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയോ അതിനെ വീണ്ടും കാട് വനമേഖലയിലേക്ക് തുരത്താൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും 5 അംഗ വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൽ കുറെ കൂടി വ്യക്തമായ ചിത്രം ലഭിക്കുകയും അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതായത് ഈ ആനയെ ട്രാക്ക് ചെയ്ത് തുരത്താതിരുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. എന്തായാലും ആ അന്വേഷണത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരിക. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടക്കുന്ന പുരാവസ്തു പ്രദർശനത്തിൽ വൻ ജനപങ്കാളിത്തം. ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് ഗാലറിയിലാണ് കൊച്ചിൻ എക്സ്പോ എന്ന പേരിൽ പ്രദർശനം നടക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വസ്തുക്കളും നാണയങ്ങളുമാണ് പ്രധാന ആകർഷണം. എക്സ്പോ ഇന്ന് സമാപിക്കും. ബൈബിളിൽ പരാമർശിക്കുന്ന വെള്ളിക്കാശുകൾ, ചെഗുവേരയുടെ ഒപ്പിട്ട നോട്ടുകൾ, 2500 വർഷത്തിലധികം പഴക്കമുള്ള നാണയങ്ങൾ, അത്യപൂർവതകളുടെ സംഗമമാണ് കൊച്ചി എക്സ്പോ. പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാണയങ്ങളും ആൻറ്റിക്സുകളും അങ്ങനെ ഒരുപാട് വെറൈറ്റി അനുഭവങ്ങൾ കൊച്ചിക്കാർക്ക് നമ്മൾ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു പീരീഡിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങൾ തൊട്ട് ഇന്ത്യയുടെ ചരിത്രം പറയുന്ന 2600 വർഷങ്ങൾ മുതൽ പഴക്കമുള്ള നാണയങ്ങൾ നിങ്ങൾക്കിവിടെ കാണാനും സാധിക്കും. ചരിത്രാന്വേഷികൾക്കും വിദ്യാർത്ഥികൾക്കും ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് ഗാലറിയുടെ എക്സ്പോ നൽകിയത് മികച്ച അനുഭവം. ഇത് കുറേ നാൾക്ക് പഴക്കമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കറൻസീസ് കാണുന്നത്. പഴയ വാളുകൾ, പഴയ ടോർച്ച് വരെ ഉണ്ട്, പഴയ സ്കെയിലുകൾ വരെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പഴയ സ്കെയില്. നല്ല പഴക്കമുണ്ട് ഇതിനൊക്കെ. എക്സിബിഷനിലെ പ്രധാന ആകർഷണം നാനോ സ്വർണ്ണ ശില്പങ്ങളാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലെൻസിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു തയ്യൽ സൂചി, നമ്മൾ സാധാരണ ഒരു തയ്യൽ സൂചിക്കുള്ളിൽ അത്രയും ചെറിയ സൂചിക്കുഴയ്ക്കുള്ളിൽ ലെൻസിലൂടെ കാണുമ്പോൾ 3 ആനകൾ ഒരുമിച്ച് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രയും ചെറിയ വലുപ്പത്തിൽ ചെയ്തിട്ടുള്ള സൂക്ഷ്മ സൃഷ്ടികളാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള അത്രയും വലുപ്പത്തിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരുപാട് പരിശ്രമത്തോടു കൂടി ചെയ്യുന്ന സൃഷ്ടികളാണ് ഓരോന്നും. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഡീലർമാരാണ് എക്സ്പോയുടെ ഭാഗമായത്. 24 കൊച്ചി. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിക്കുന്നു.